നമസ്കാരം. മലയാളികൾ പൊതുവെ ഉച്ചയൂണിനോടൊപ്പം ഒരു അച്ചാർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വളരെ ഇഷ്ടമായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എനിക്ക് പൊതുവെ അച്ചാർ എന്തെങ്കിലും ഒന്ന് കൂടിയേ തീരൂ. അപ്പം നമ്മുടെ ഇന്നത്തെ അച്ചാർ എന്ന് പറയുന്നത്, ഞാൻ ഒരുപാട് അച്ചാർ റെസിപ്പികൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ അച്ചാർ എന്ന് പറയുന്നത് നെല്ലിക്കയാണ്. നെല്ലിക്ക കൊണ്ട് തയ്യാറാക്കുന്ന ഒരു നല്ല അച്ചാർ റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് ആദ്യം ഒരു പാത്രത്തിലോട്ട് ആവശ്യത്തിനുള്ള നെല്ലിക്ക, ഇതിപ്പോൾ ഒരു 400 ഗ്രാമുണ്ട്. നെല്ലിക്ക സൈഡുകളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് തിളപ്പിക്കാനായി വയ്ക്കാം. അല്പം മഞ്ഞൾപ്പൊടിയും അതിനാവശ്യമുള്ള ഉപ്പും ഇട്ടേക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ കല്ലുപ്പ് അല്ലെങ്കിൽ സാധാരണ പൊടിയുപ്പ് ചേർത്താലും മതി. ഈ പഴയ കാലങ്ങളിലെല്ലാം അച്ചാറും മറ്റുമൊക്കെ ഇടുന്ന സമയത്ത് കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ നമുക്ക് കല്ലുപ്പ് തന്നെ ഇടുന്നതായിരിക്കും നല്ലത്. ഞാനിതിൽ കല്ലുപ്പാണ് ചേർത്തിരിക്കുന്നത്. നെല്ലിക്ക വളരെ നേരം വേകേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന് തിളച്ച് കിട്ടിയാൽ മതി. ഒന്ന് തിളയ്ക്കുമ്പോൾ തന്നെ നെല്ലിക്ക നല്ലപോലെ വെന്തിട്ടുണ്ടാകും. വെന്ത നെല്ലിക്ക നമുക്ക് ഒരു ദിവസം റെസ്റ്റ് ചെയ്യാനായി വയ്ക്കാം. എങ്കിൽ മാത്രമേ ഇതിലെ ഉപ്പ് നല്ല രീതിയിൽ പിടിക്കത്തുള്ളൂ. നമ്മൾ തിളച്ച് കഴിഞ്ഞതിന് ശേഷം തണുത്ത് ഈ ആവിയെല്ലാം ഒന്ന് മാറിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് സൂക്ഷിക്കാം. നല്ലപോലെ അടച്ച് വയ്ക്കാം. തുടർന്ന് അടുത്ത ദിവസം എടുക്കാം. ഇനി അച്ചാർ ഉണ്ടാക്കാനായി തുടങ്ങാം. അതിലേക്ക് ആദ്യമായി കുറച്ച് കടുക് ഒന്ന് ചതച്ച് എടുക്കേണ്ടതായിട്ടുണ്ട്. പൊടിച്ചല്ല, ഇതുപോലെ ഒരു കല്ലിലിട്ട് ഒന്ന് ഉടച്ചെടുക്കുക. ഈ അച്ചാറുകൾക്ക് പൊതുവേ ഇത്തരം കടുകൊന്ന് ഉടച്ചെടുക്കുന്നത് നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാക്കും. ഉടച്ചെടുത്ത കടുക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഒരു കടായി അടുപ്പത്ത് വയ്ക്കാം. കടായി ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചാൽ മതിയാകും. എണ്ണ കഴിവതും എള്ളെണ്ണ ഉപയോഗിക്കുക. മറ്റുള്ള എണ്ണകളെ അപേക്ഷിച്ച് അച്ചാർ കേടുകൂടാതെ നിൽക്കുന്നതിനും ഒരു നല്ല ടേസ്റ്റിനും നല്ലെണ്ണയാണ് വളരെ നല്ലത്. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ചേർക്കാം. കടുക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന കടുകാണ് ചേർക്കുന്നത്. ഈ കടുക് എണ്ണയിൽ നല്ല രീതിയിൽ വേവിച്ചെടുക്കുക. ഈ സമയം തീ അല്പം കുറച്ച് വച്ചാൽ മതിയാകും. കടുകിനോടൊപ്പം കറിവേപ്പില ചേർക്കാം. ഇത് 2 തണ്ട് കറിവേപ്പിലയാണ് ചേർത്തിരിക്കുന്നത്. 10 വെളുത്തുള്ളി അല്ലി നീളത്തിൽ കട്ട് ചെയ്തതും 5 മുളക് കട്ട് ചെയ്തതും ഇതോടൊപ്പം ചേർക്കാം. ഇവയെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ഇത് ഏകദേശം 2 മിനിറ്റ് നേരം ഒന്ന് ചെറിയ തീയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴേക്കും മുളകും വെളുത്തുള്ളിയുമെല്ലാം നല്ലപോലെ ഒന്ന് വെന്തിട്ടുണ്ടാകും. 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും 1/2 ടീസ്പൂൺ കായപ്പൊടിയും ഇതോടൊപ്പം ചേർത്ത് വീണ്ടും മിക്സ് ചെയ്യാം. അല്പനേരം മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്ത ഉടനെ തന്നെ അതിലേക്ക് മസാലകൾ ചേർക്കാം. ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. സാധാ മുളക് പൊടിയാണെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ മതിയാകും. കാശ്മീരി മുളക് പൊടിയാകുമ്പോൾ അല്പം എരിവ് കുറഞ്ഞിരിക്കുകയും നല്ല കളർ ഉണ്ടാവുകയും ചെയ്യും. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. നേരത്തെ നെല്ലിക്ക വേവിച്ചെടുത്ത സമയത്ത് നമ്മൾ അതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. എങ്കിലും ഈ മസാലയും മറ്റും അതിൻ്റെ കൂടെ ചേരുമ്പോൾ ഉപ്പ് അല്പം കുറയാൻ സാധ്യതയുണ്ട്. അതിനാലാണ് ഇപ്പോൾ ഉപ്പ് ചേർത്തിരിക്കുന്നത്. ഇനി ഇവയെല്ലാം ആ പാനിൻ്റെ ചൂടിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴേക്കും ഇതിൻ്റെ മസാലയുടെ പച്ചമണമെല്ലാം ഒന്ന് മാറിക്കിട്ടും. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം മസാലകൾ ചേർക്കാൻ നോക്കുക. അല്ല എങ്കിൽ അവ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ ഈ ടേസ്റ്റും നശിച്ചു പോകും. മസാല മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കാം. വീണ്ടും ഇവയെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച നെല്ലിക്ക ചേർക്കാം. നെല്ലിക്ക മസാലയിൽ ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. നെല്ലിക്കയുടെ എല്ലാ ഭാഗത്തും മസാല പിടിക്കത്തക്ക രീതിയിൽ വേണം മിക്സ് ചെയ്യാൻ. നെല്ലിക്കയുടെ സൈഡിലെല്ലാം ഉണ്ടായിരിക്കുന്ന ഈ ഉപ്പ് പിടിക്കാൻ വേണ്ടി നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന ഭാഗത്തെല്ലാം നല്ല രീതിയിൽ ഈ മസാല പിടിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിനുള്ള നല്ല ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം 2-3 മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ അനുവദിക്കുക. ആ സമയം കൊണ്ട് ഇതിലെ മസാല നല്ല രീതിയിൽ നെല്ലിക്കയിൽ പിടിച്ചിട്ടുണ്ടാകും. പിന്നെ നമുക്കത് ഉപയോഗിക്കാം. കൂടുതൽ ദിവസം കേടുകൂടാതെ ഇരിക്കണമെങ്കിൽ അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാവും നല്ലത്. ഇപ്പോൾ വളരെ രുചികരമായ നെല്ലിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഈ നെല്ലിക്ക അച്ചാർ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്താൽ വളരെ നന്നായിരിക്കും. അപ്പോൾ മറ്റൊരു നല്ല രുചിയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.